നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. കരയില്ലടാ. മോളെ, വേദനയൊക്കെ ഉടനെ മാറും. അസുഖങ്ങൾ വരാതിരിക്കാനല്ലേ വാക്സിനേഷൻ. കരയല്ലേ മോളെ. അർജുൻ സർ, എന്താടോ തനിക്കെന്താ വേണ്ടേ? ഇവിടെന്താ കാര്യം? എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ പ്രസവിച്ചെടുക്ക, അവരെ കാണാൻ വന്നത്. മാഡം സുഖമായിരിക്കുന്നോ? ഞങ്ങൾക്ക് സുഖം തന്നെ. തന്റെ റാണി എന്തു പറയുന്നു? എടോ, താനൊരു നല്ലവനാ. റാണി ജയിലിലായിരിക്കുമ്പോ അവളെ ഉപദേശിച്ച് നേർവഴിക്ക് കൊണ്ടുവാ. ഞാൻ ശ്രമിക്കുന്നുണ്ട് മാഡം. അവളെ ജയിലിൽ നിന്ന് ഇറങ്ങാൻ കാത്തിരിക്കായിരുന്നു ഞാൻ. പക്ഷേ എന്താ ശ്രീകുമാർ ഒരു പക്ഷേ? അവളിപ്പോ ഒളിവില്ല മാഡം. മനസ്സിലായില്ല. ജയിലിൽ അവള് സ്റ്റാഫുകൾക്ക് തലവേദനയായിരുന്നു. ആരെയും അനുസരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. ഇതിനിടയ്ക്ക് ഹോസ്പിറ്റലിലായി. അവിടെ നിന്ന് ചാടിപ്പോയി. ഹോസ്പിറ്റലിലായിരുന്നോ? എന്ത് സുഖമായിരുന്നു? അതൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. പോലീസ് എന്നെ അന്വേഷിച്ച് വന്നിരുന്നു. വേണ്ട ശ്രീകുമാർ, എനിക്കെന്തോ അവളുടെ കഥകൾ കേൾക്കാൻ പേടിയാ. എന്നെ കൊല്ലാനുള്ള പകയുമായി നടക്കുന്നവളാ. അവളെ കുറിച്ച് ഇനി എനിക്കൊന്നും കേൾക്കണ്ട. അജുവേട്ടാ, നമുക്ക് പോവാം. ശ്രീകുമാർ പോക്കോ, കാണാം. ശരി സർ. സന്തോഷിച്ച് വരികയായിരുന്നു. അപ്പോഴവളെ കുറിച്ച് കേട്ടത്. അതോടെ സന്തോഷം മുഴുവൻ പോയി. അതൊക്കെ വിടറോ. മോളു, ചേച്ചി കുത്തിവെച്ചപ്പോ രാധമോള് കരഞ്ഞോ? ചെറുതായിട്ട്. അശ്യോടീ, കരഞ്ഞോടാ? സാരില്ല കേട്ടോ. എന്നാ ഞങ്ങള് പോട്ടെ? അല്ല, ഞങ്ങൾ ഉണ്ടാക്കാം. കാറുണ്ട്. അതെ. വേണ്ട, ഞങ്ങള് പൊക്കോളാം. ശരി ശരി. എന്താടോ അങ്ങോട്ട് പോയപ്പോ ഉണ്ടായിരുന്ന ഉത്സാഹമൊക്കെ പോയോ? ഒരുപാട് സംസാരിച്ചു, എന്നിട്ടിപ്പതാ തൂങ്ങി പിടിച്ചിരിക്കുന്നു. രാധമോളെ കാണണമെന്ന് ആഗ്രഹിച്ചു, ആ മോളെയും കണ്ടു. എന്നിട്ടിപ്പോ എന്താ ഒരു മൂടൗട്ട്? എന്തെങ്കിലും പറയടോ. ഞാൻ റാണിയെ കുറിച്ച് ആലോചിക്കായിരുന്നു. എനിക്ക് മനസ്സിലായി. എന്തായാലും താൻ അവളെ കുറിച്ച് ആലോചിക്കുന്നുള്ളത്. അവള് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നൊക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതി വിട്ടതാ. പക്ഷെ ഇന്നിപ്പോ അവള് വീണ്ടും മനസ്സിൽ കയറി വന്നിരിക്കുന്നു. മനസ്സിൽ കയറ്റാതിരുന്നാ മതി, അങ്ങ് ഇറങ്ങി വിട്ടാക്ക്. ഇന്നത്തെ സന്തോഷമൊക്കെ തീർന്നു. ഇങ്ങനെ അവളെ കുറിച്ച് ചിന്തിച്ച് സന്തോഷം താനായിട്ട് തീർക്കാതിരുന്നാ മതി. താൻ അവളെ ഒന്ന് വിട്. പറഞ്ഞ് താൻ എന്റെ ദിവസം കൂടി ഇല്ലാതാക്കരുത്. ദേഷ്യപ്പെടല്ലേ അജുവേട്ടാ. അജുവേട്ടൻ എന്നെയും കൂടെ ഒന്ന് സമാധാനിപ്പിക്കുക. എടോ, അവൾക്ക് നമ്മുടെ ജീവിതത്തില് ഇനി ഒരു കാര്യവുമില്ല. നമ്മുടെ 7 അയലത്ത് പോലും അവള് വരില്ല. അവള് തീർന്നു. കുഴപ്പമൊന്നും വരില്ല അല്ലേ? എടോ, തനിക്ക് എന്നെ വിശ്വാസമുണ്ടോ? അജുവേട്ടനപ്പുറം എനിക്ക് വേറെ ആരെയും വിശ്വാസമില്ല. എങ്കിൽ ഞാൻ പറയുന്നു, ഇനി അവള് നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല. ഇനി അഥവാ വന്നു കഴിഞ്ഞാ നമുക്കപ്പം നോക്കാം. അവളുടെ കാര്യം വിടാൻ പറഞ്ഞില്ലേ? ജയിലിൽ നിന്ന് അവൾ എങ്ങോട്ടായിരിക്കും ഓടിപ്പോയത്? എന്തായിരിക്കും അവളുടെ ഉദ്ദേശം? എന്താ ചേട്ടാ? തന്റെ സംശയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വണ്ടിയെടുക്കാം. ഒക്കെ മനസ്സിൽ നിന്ന് കളയാൻ പറഞ്ഞിട്ട് അവളെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ഓർത്തോണ്ടിരിക്കുക. സോറി ചേട്ടാ. അവളുടെ കാര്യം കേട്ടപ്പോ മുതല് ഒരു വെപ്രാളം. വെപ്രാളം കൊണ്ട് ചോദിച്ചു പോകുന്നതാ.
ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ആ ചോദിക്ക്. നമ്മുടെ മോളെ അവൾ എന്തെങ്കിലും ചെയ്യോ? മോളോട് അവള് ദേഷ്യം കാണിക്കോ? ദേ പൂജ, എനിക്കിപ്പോ നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. പേടിച്ചിട്ടാ ചേട്ടാ ചോദിക്കുന്നത്? എടൂ, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം താനൊന്നും പേടിക്കണ്ട, ആരെയും പേടിക്കണ്ട. അപ്പൊ ചോദിക്കും ഞാൻ മരിച്ചു കഴിഞ്ഞിട്ടോ ഒന്ന്. ഞാൻ മരിച്ചു കഴിഞ്ഞാലും താൻ പേടിക്കേണ്ടി വരില്ല. കാരണം എന്താണെന്നറിയോ? എന്താ? അല്ല, നമ്മുടെ മരണം ഒരുമിച്ചായിരിക്കുമല്ലോ. അതാണല്ലോ നമ്മുടെ ബന്ധം. പേടി മാറിയോ? മാറി. അപ്പൊ ഇനി പോവാലോ? പോവാം.